10 കായ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. അതാണ് KG ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇതിന്. പിന്നെ ഇത് വരുന്നത് N80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ 18 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. ഇതിനോട് വലിപ്പമുണ്ട്. ഇത് നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പാണ് ഇതിനൊക്കെ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ള എറണാകുളം ജില്ലയിലെ അങ്കമാലി കിടങ്ങൂരുള്ള പൂനം നഴ്സറിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നഴ്സറികൾ, കുറച്ച് നഴ്സറികൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോസിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവ്, അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് ആ നഴ്സറി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നഴ്സറിയാണ് നമ്മുടെ ഈ ഒരു പൂനം നഴ്സറി. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമസ്കാരം, എൻ്റെ പേര് സുധർമ്മ. ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലി കിടങ്ങൂര് ആണ് എൻ്റെ വീട്. അപ്പം ഞാനൊരു പുതിയ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂവനെന്നാണ് അതിൻ്റെ പേര്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഈസ്റ്ററിൻ്റെ അന്ന് 17-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം വെച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഫ്രൂട്ടായിട്ടും പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണോ, അതോ വെജിറ്റബിൾ ആണോ, അതോ പ്ലാന്റുകളാണോ? നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത് നമുക്ക് കുറേ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ഹൗസ് വാമിങ്ങും അതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരു പുതിയ വീട് വെക്കണവർക്ക് തലേദിവസം വന്നിട്ടായാലും നമുക്കത് കൊണ്ടുപോയി അതായിട്ട് വെച്ചാൽ മതി. ഞാനത് കുറേ നാളായിട്ട് എനിക്കതൊരു ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വീട്ടിലത് ഞാൻ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുതിയ വീടുകളിലേക്ക് കുറേ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോൾ അതൊന്ന് വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല. അപ്പോൾ ചേച്ചി, നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകളും അതേപോലെ തന്നെ ഫലവൃക്ഷ തൈകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാലോ? നമുക്കതെല്ലാം കാണാം. അപ്പോൾ ഇത് ബിഗോണിയ ഐറ്റംസിൽ പെട്ട ചെടിയാണ്. ഇതിപ്പോൾ ഈ പോട്ടിൽ ഇപ്പോൾ അത്യാവശ്യം വലിയ പോട്ടാണ്. ഇത്രയും ഫ്ലവറായിട്ട് നിൽക്കുന്നതാണ്. ഇത് ഞങ്ങൾ 60 രൂപയ്ക്കാണ് കൊടുക്കണേ. ഒരുപാട് കളേഴ്സ് ഉണ്ടായി ഞങ്ങളുടെ. ഇപ്പൊ കളക്ഷനൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിലവിൽ ഇപ്പൊ 4 കളറുള്ളൂ. 4 കളർ അല്ലേ? ഇതൊക്കെ നമുക്ക് 60 രൂപ പോട്ട് ഉൾപ്പെടെ നമുക്ക് 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ ഇത് സീനിയ. ഇതുപോലെ വലിയ പോട്ടിലാണ്. ഇത് നമ്മള് കൊടുക്കണത് 50 രൂപയ്ക്കാണ്. പോട്ട് ഉൾപ്പെടെ 50 രൂപയ്ക്കാണ് കൊടുക്കണേ. അതിന്റെ യെല്ലോ കളറൊക്കെ ഉണ്ട്. വേറെ കളർ ഇവിടെ 6 കളർ ഉണ്ട്. കൊറേയൊക്കെ തീർന്നതാണത്. നിറയെ മുട്ടും പൂവൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണത്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇത് പൂർണ്ണമായിട്ടും ലീഫിനല്ല അതിന്റെ ഒരു ഭംഗി വരുന്നത്. അതെ, ലീഫ് ഉണ്ട്. പിന്നെ അതിനകത്ത് ചെറിയ പൂക്കളൊക്കെ വരും. പിന്നെ ഇത് മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ്. നിറയെ പൂവുണ്ടായതാണ്. പൂവുണ്ടായി പിന്നെ കുറെ പൂവുള്ളതൊക്കെ തീർന്നു. ഇത് മിനിയേച്ചർ നമ്മൾ ചെറിയ ചട്ടിയിലേ, താഴെ നടാതെ ചട്ടിയിലൊക്കെ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബുഷായിട്ട് നിന്ന് നിറയെ പൂവുണ്ടാവുന്നതാണ്. നല്ല കളറുകളുണ്ട്. യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളറുണ്ട്. ഇതിനകത്ത് 5 കളറുണ്ട്. 5 കളറുണ്ട്. പൂവെല്ലാം ഉണ്ടായി തീർന്നു. വന്നിട്ട് വേണം. ഇത് അധികം വളരില്ല, മിനിയേച്ചർ ടൈപ്പാണത്. പിന്നെ അഡീണിയം നമ്മൾ നിസാര വിലക്കാണ് കൊടുക്കണത്. ഇതിപ്പോ ചെറിയ പോട്ടിൽ ഇത്രയും ഇതായിട്ട് വരണേന് 250 രൂപ റേഞ്ചിലാണ് നമ്മൾ ആണ്. ഇതിപ്പോ വലിയ ചട്ടിയിൽ വരുമ്പോ നമ്മൾ ചട്ടി ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വരുമ്പോ നമുക്ക് ഒരു 500-നൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പോട്ട് ഉൾപ്പെടെ 500 ആണ് കൊടുക്കുന്നത്. ഇത് സൈപ്രസ് വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് ഞങ്ങൾ 60 രൂപയ്ക്കാണ് കവറിൽ കൊടുക്കണം. നന്നായിട്ട് ബുഷായിട്ട് നിൽക്കണതാണിത്. 60 രൂപയുള്ളൂ ഇതിന്. ഇത് ഒരുപാട് വലുതാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പൊ ചട്ടിയിലാണ് വെക്കണമെങ്കിൽ ഒരുപാട് വലുതായിട്ട് പോവാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു വിധം ഒന്നർത്ത് ഭയങ്കര വലുതല്ല, ചെറുതായിട്ട് തന്നെ നിൽക്കും. ഇത് തൂജ ഗോൾഡ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് നമ്മൾ 50 രൂപയ്ക്കാണ് സെയിൽ ചെയ്യണേ. കവറിലാണ്. ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. നമ്മുടെ വീടുകളുടെ മുറ്റത്ത്
നോക്കേ ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നിർത്താനൊക്കെ, പിന്നെ ചട്ടിയിൽ വെക്കണവരുണ്ട്. ആ ആ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റണമെങ്കിൽ കുറച്ചും കൂടി പ്ലാന്റ് വലുതാവും അല്ലേ? ആ വലുതാവും. താഴെ നടാണെങ്കിൽ കുറച്ച് വലുതാവും. ചട്ടിയിൽ ഒരു ഇത് വലിയ ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ഹൈറ്റ് വരാത്ത രീതിയിൽ നിർത്താണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇത് എക്സ്കോളിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ലീഫ് പ്ലാന്റ്സ് ഇതൊക്കെ 40 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വലിയ മരമൊന്നും ആവില്ല. ഇത് ചട്ടിയിൽ അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. താഴെ നട്ടാൽ ഒരുപാട് വലുതാവില്ല, പക്ഷെ ഇങ്ങനെ പടർന്ന് നല്ല ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് സൂര്യപ്രകാശം ആവശ്യമുള്ള. അതെ അതെ, നന്നായിട്ട് വെയിൽ വേണം അതിന്. സെറ്റ് ചെയ്യാം. പോത്തോസിന്റെ വെറൈറ്റീസ് അല്ലേ? പോത്തോസിന്റെ വെറൈറ്റി ആണ്. അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നല്ല പോട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ്. അതെ അതെ അതെ. ഇത് വെരിയേറ്റ ടൈപ്പ് അല്ലേ? അതെ അതെ. പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇതിപ്പോ 4 കളർ ഉണ്ട്. പൂ വിരിഞ്ഞത് ഇപ്പൊ എല്ലാം തീർന്നു. ഇപ്പൊ ആകെ ഇത് ഒരെണ്ണം കൂടി ഉള്ളു. പൂ വിരിഞ്ഞതെല്ലാം പോയി. ഇത് നമ്മള് 130 രൂപയ്ക്കാണ് കൊടുക്കണേ. അത്യാവശ്യം വേറെ ഷൂട്ടുകളും വരുന്നുണ്ടല്ലേ? ഇത് വലിയൊരു കെയർ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പവർ കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ലേ? ഇതൊക്കെ എന്ത് റേറ്റ് വെച്ച് നമുക്ക് ഇവിടെ വരുന്നത്? ഇതിന് 130 രൂപ അല്ലേ? ഓക്കെ. ഇത് കലാത്തീവ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതൊക്കെ ഇത് അത്യാവശ്യം ഒരുവിധം വലിയ പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. കവറിൽ കൊണ്ടുപോയി അവർക്ക് വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാറ്റി നടേണ്ട ഇല്ല. ഞങ്ങൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. പിന്നെ ഇത് ബർക്കിൻ എന്ന് പേരുള്ള ഒരു ചെടിയാട്ടോ. ഇത് ബർക്കിൻ ആണ്. ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല. ഞങ്ങൾ വലിയ ചട്ടിയിലും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡൗട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചട്ടിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞത്. അപ്പോൾ ബാക്കി വരുന്ന പ്ലാന്റുകളിലെ കെയറിംഗ് ഒക്കെ വരുന്നവർക്ക് ചേച്ചി പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ ചോദിക്കാറുണ്ട് ഇതിന് എന്ത് വളം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെടികളെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ബർക്കിൻ തന്നെ ഇത്തിരി കൂടി വലിയ ചട്ടിയിലാക്കി വെച്ചാൽ വലിയ പോട്ടാണ്. പിന്നെ ഇത് സ്നോ വൈറ്റ് എന്ന് പേരുള്ള ഏകദേശം വെറൈറ്റീസ് ആണ്. സ്നോ വൈറ്റ് ഇതൊക്കെ നമ്മള് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇവിടെ കുറെയൊക്കെ ഞാൻ എന്റെ അടുത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കണത്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണേ. ഇതൊക്കെ ഫൈക്കസ് വെറൈറ്റീസ് അല്ലേ? ഇത് റബ്ബർ ഫൈക്കസ് എന്ന് പറയുന്നത്. അതിന്റെ ലീഫ് ഉണ്ടല്ലോ റബ്ബർ പോലെ തന്നെ ഇരിക്കും അല്ലേ? പിന്നെ ഇതൊക്കെ അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഇത്രയും വലിയ പോട്ട് ഉൾപ്പെടെ 100 രൂപയ്ക്ക്. ഇത്ര വലിയ പോട്ട് അതേപോലെ ഒരു പ്ലാന്റ് ഉൾപ്പെടെ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ പോട്ടാണ്. ഇതൊക്കെ ഈ ചെടികളൊക്കെ അത്യാവശ്യം ഒരു മെച്ചൂരിറ്റി വന്ന പ്ലാന്റ് അല്ലേ? അതെ അതെ അതെ. ഇതിന് വേറെ ഷൂട്ടൊക്കെ വരുന്നുണ്ട്. ഷൂട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണല്ലേ? ഇത് മൂൺഷൈൻ എന്ന് പേരുള്ള ഒരു ചെടിയാട്ടോ. മൂൺഷൈൻ അല്ലേ? മൂൺഷൈൻ ഇത് ഇൻഡോർ ആണ്. പക്ക ഇൻഡോർ ആണ്. ഞാൻ ഇൻഡോറിലും ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ഒട്ടും സൂര്യപ്രകാശം ആവശ്യമില്ല. ഇല്ല. അതിന് ഭയങ്കര വെയിലടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും അത് വാടിപ്പോവും. അതിന്റെ ഇലയൊക്കെ ലീഫ് കംപ്ലൈന്റ് ആയി പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക ഇൻഡോർ ആണത്. അതിന്റെ ഇതൊക്കെ കണ്ടോ ഇലയൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ചെറിയ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ആവുന്ന ഇലക്ക് കെട്ടിക്കൂടുന്നതനുസരിച്ച് ഡാർക്കായിട്ട്. പിന്നെ ഇതൊക്കെ പീസ് ലില്ലി വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് ഇൻഡോർ ആണ്. ശരിക്കും ഇൻഡോർ ആണ്. വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ അതെ അതെ. ഇത് സിസി പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് അല്ലേ? അലോക്കേഷ്യ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ? അതിന്റെ ചെറിയ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. അലോക്കേഷ്യ ഇതൊക്കെ എത്ര മാക്സിമം എത്ര ഉള്ളൂ? ഇതിനിപ്പോ മിനിയേച്ചർ ടൈപ്പിന് ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും ഇതിന് വലുതിന് കുറച്ച് കുറവാണ്. മിനിയേച്ചർ ടൈപ്പ് വരുമ്പോൾ അതിനേക്കാളും റേറ്റ് കൂടുതൽ. കാര്യം പ്ലാന്റ്സ് തമ്മിൽ വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും ചെറുതിനാണ് വില കൂടുതൽ. ഈ കാണുന്ന കലാത്തിയുടെ വലിയൊരു കളക്ഷനാണ് ഇവിടുത്തെ അല്ലേ? പല വെറൈറ്റീസിലുള്ള പല ടൈപ്പുള്ള കലാത്തിയസാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ബുഷിയാണല്ലോ ചേച്ചി അല്ലേ?
നല്ല പോട്ടൊക്കെ നല്ല തിങ്ങി നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണല്ലേ? ഇപ്പോൾ ഒരാൾക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 5-6 ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. മാറ്റാനുള്ളതുണ്ടാവും അല്ലേ? അതെ അതെ. ഓക്കെ. ഷൂട്ടിന് എത്ര എണ്ണം നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല അല്ലേ? അതേപോലെ ഉണ്ട്. ഇത് അടീണിയാണ്. ഇപ്പൊ പോട്ട് ഉൾപ്പെടെ ഞങ്ങൾ 450 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. 450 രൂപയ്ക്ക് അല്ലേ? ഓക്കെ. ഇത്ര വലിയ പോട്ടാണല്ലേ? ഏകദേശം ഇത്രയും വലിയ പോട്ടാണ്. അത്യാവശ്യം ഒരുപാട് വർഷം പഴക്കമുള്ള ചെടിയാണ്. ഏകദേശം ചേച്ചിയൊരു അടുക്ക പിടിച്ച് പകുതിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പകുതി ഉണ്ട്. ഓക്കെ. പൂവൊക്കെ ഉണ്ടായി. അടുത്തത് പൂ വരാറായിട്ട് നിൽക്കാണ്. ഇതും അതുപോലെ അടീനത്തിന്റെ നമ്മുടെ കണ്ട സെയിം അല്ലേ? ഇതൊക്കെ ഡബിൾ പെറ്റലാണോ സിംഗിൾ പെറ്റലാണോ? ഫ്ലവർ ഇല്ലല്ലോ അല്ലേ? സിംഗിൾ ആണ് അല്ലേ? ഓക്കെ. ഗ്രാഫ്റ്റ് ചെയ്താണല്ലോ അല്ലേ? ഓക്കെ. ഇതൊക്കെ അരളിയുടെ വെറൈറ്റീസ് അല്ലേ? അരളിയുടെ വെറൈറ്റി ആണ്. ഇതൊക്കെ നമ്മള് ഇത്രയും പൂവുണ്ടായി നിക്കണതിനൊക്കെ ഇപ്പൊ 3-4 കളർ ഉണ്ടായിരുന്നു. വൈറ്റ് ആണ്. നമ്മൾ 80 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതിന്റെ പിങ്ക് ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, എല്ലാം പോയതാണ്, തീർന്നതാണ്. അരളിയുടെ വെറൈറ്റി ആണോ? അതെ അതെ അതെ. ഇതിപ്പോ അരളിയുടെ വേറെ വെറൈറ്റി ആണ്. നമ്മള് ഇത് ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല. ഇത് വലിയ പോട്ടിലൊക്കെ ആയതുകൊണ്ട് നമ്മള് 1-2 എടുത്തിട്ടുള്ളൂ. ഒരു വെറൈറ്റി ആണല്ലോ അരളി. അധികം വലുതാവില്ല എന്നുള്ളത്. ഇല്ല ഇല്ല, ഇത് ബുഷായിട്ട് നിർത്താം. നമുക്ക് വേണമെങ്കിൽ ബുഷായിട്ട് നിർത്താം. ക്രോപ്പ് ചെയ്തിട്ടല്ലേ? അതെ അതെ. ഇതിന് മണ്ണാണ് അത് പോട്ട് മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറൊക്കെ ഇട്ട് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ കസ്റ്റമർ കൊണ്ടുപോയാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കുറെ നാളത്തേക്ക് ഒന്നും ചെയ്യണ്ട. ഡയറക്റ്റ് അത് മണ്ണിലിടാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വളരുന്നു. മണ്ണില് നടന്നേക്കാളും നല്ലത് പോട്ടിൽ തന്നെ വയ്ക്കണതാണ്. കാരണം ഇത് വലിയ വള്ളി പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പൂ കാണാനും പൂ ഉണ്ടാവുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറ്റിയായിട്ട് നിൽക്കുമ്പോഴാണ് അധികം ഭംഗി. ഇത് ജമന്തിയുടെ ഒരു വേറെ കളക്ഷനാണ്. ഇത് ഹൈബ്രിഡ് ആണ്. അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി. ഒരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണേ. നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി. വേറെ ഉണ്ടായതൊക്കെ തീർന്നതാണ്. പിന്നെ അതിന്റെ ചെറിയ പോട്ടിന് 80 രൂപയാണ് വില. പോട്ട് ഉൾപ്പെടെയാണ്. ഇതിന് ഇപ്പൊ 3 ഷൂട്ട് ഉണ്ട്. ഇതിനകത്ത് ഓൾറെഡി നിറയെ മുട്ടുണ്ട്. ഒരു വെറൈറ്റി കളറും കൂടിയാണിത്. നമുക്കിവിടെ 3 കളറാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ യെല്ലോ ഉണ്ട്, ഡാർക്ക് യെല്ലോ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റും യെല്ലോ കൂടി മിക്സ് ചെയ്ത് നിർത്തേക്കണയാണിത്. അതെ അതെ അതെ. ഇത് നമ്പ്യാർവട്ടത്തിന്റെ വെറൈറ്റി ആണ്. മിനിയേച്ചർ ടൈപ്പ് ആണ്. വെട്ടിൽ ഗാർഡനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത്. ഗ്രീനും വൈറ്റും. ഇതിനൊക്കെ 20 രൂപ റേറ്റ് ഉള്ളൂ. 20 രൂപയ്ക്ക് കൊടുക്കണേ. ഇത് ചുവന്ന നന്നായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല റെഡ് കളറാവണ അനുസരിച്ച് ചീരയാണിത്. ഇതൊക്കെ നമ്മൾ 30 രൂപയ്ക്കൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ തന്നെ പച്ച കളർ ഉണ്ട്. ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടിയാണ്. ഇതിപ്പോ നമുക്ക് ഒരുപാട് തൈകൾ ഇതിനകത്തൊന്നും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു കഷ്ണം ഒടിച്ചിട്ട് ചെറുതായിട്ട് നമ്മളിത് ഓരോന്നും ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വന്ന് എടുക്കുന്ന സാധനമാണ്. മണലില് വെറുതെ മണലിൽ കുത്തി വെച്ചാലും പെട്ടെന്ന് വേര് വരണേ. ഗാർഡനിൽ ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പൊ ചട്ടിയിൽ നട്ടുകഴിഞ്ഞാൽ ശരിക്കും ബോളായിട്ട് ബോള് പോലെ നമുക്ക് വെട്ടി നിർത്താൻ പറ്റണം. ഇതൊക്കെ ഇത്രയും വലിയ ഇതിനൊക്കെ നമ്മൾ 30 രൂപ റേറ്റിനാണ് കൊടുക്കണേ. ഇത് ലോറ പെട്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതുപോലത്തെ കളർ പൂവുണ്ടാവും. മജന്ത ഷെയ്ഡുള്ള ഫ്ലവർ ഉണ്ടാവും. ചുവപ്പുമായാണ്. ഇതുപോലെ ഒരുപാട് വലുതാവണതല്ല. നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നിൽക്കും. പൂണ്ടായി നിൽക്കണ നല്ല ഭംഗിയാണ്. ഇത് മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ്. ആദ്യം കണ്ടത് വേറെ ടൈപ്പാണ്. അതിന്റെ ഇലക്കൊക്കെ ഇത്തിരി വലിപ്പമുണ്ട്. ഇത് നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. ഇതിനൊക്കെ 80 രൂപയാണ് ഇതിന്റെ റേറ്റ്. 80 രൂപ റേറ്റ് വരണോളൂ. അത്യാവശ്യം റോസിന്റെ കളക്ഷൻ ഉണ്ടല്ലേ? റോസ് നമുക്കിപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് എല്ലാം തീർന്നാണ്. പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഫ്ലവർ ഉള്ളതൊക്കെ മഴ സീസണിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പെട്ടെന്ന് ബട്ടൺ സൈസ് അല്ലാത്തുണ്ട്. 3-4-5 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ ചട്ടിയിൽ അത്യാവശ്യം ഇതൊക്കെ നമ്മൾ 80 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ചട്ടിയാണ് നന്നായിട്ട് പൂവുള്ളത്.
ചേച്ചി നമ്മൾ ഈ റോസൊക്കെ എനിക്ക് തോന്നുന്നു വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അതൊരു പിന്നെ ഒരു ഫ്ലവറിങ്ങിൽ നമ്മൾ കണ്ടിട്ടില്ല. അതെന്താണെന്നറിയാമോ, എല്ലാവരും നമ്മൾ നഴ്സറിയിൽ നിന്ന് പൂവുള്ള ചെടി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. ഇതിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ചിലതിനകത്ത് ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു ബാസ്ക്കറ്റിനകത്താണ് ഇത് അവർ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുപോയി നമ്മളത് കവർ ചെയ്യുന്നോ അല്ലെങ്കിൽ പോട്ട് ചെയ്യുന്നോ തട്ടി അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നടും. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ സാധനം അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് പോവുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇത് ആദ്യം തന്നെ ഈ സാധനം നമ്മൾ മണ്ണ് ഒത്തിരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ അതെ, ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുണ്ടെങ്കിൽ അതൊന്ന് കത്രിക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കത് ചെടി നടാൻ പറ്റുള്ളൂ. എന്നല്ല, അങ്ങനെ നട്ടാലാണ് ആ ചെടി വളരുള്ളൂ. അല്ലാത്തതാണ് നമ്മൾ നട്ടുകൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അതാണ്. അതെ അതെ അതെ, അതപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും അതെല്ലാം കൂടി ഇട്ട് വെച്ച് അതെ അതെ അതെ, അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ആണ്, തണുപ്പ് കാലാവസ്ഥയിലാണ് വളരെ. പക്ഷേ ഇതിനൊക്കെ വെയിൽ വേണമെന്നാണ് പറയണത്. പൂവ് ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് വെയിൽ വേണം. പക്ഷെ മഴക്കാലത്ത് പൂവ് ഒക്കെ പെട്ടെന്ന് പോവും. അതെ അതെ അതെ, ഇത് ക്രീപ്പർ ടൈപ്പ് ചെടിയാണ്. ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ്. മതിലൊക്കെ പറ്റി പിടിച്ചിരിക്കണതാണ്. ഇതുണ്ടല്ലോ, നമ്മള് കൈ തൊട്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്ക് ഒരു ഇത് കണ്ടോ, അതുപോലെ ഇരിക്കും. അത് നമുക്കൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് അതിന് വലിയ കമ്പിയോ അല്ലെങ്കിൽ വള്ളിയോ ഒന്നും കെട്ടിക്കൊടുക്കണ്ട, തന്നെ പടന്ന് കയറി പൊക്കോളും. അതെ, അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇതിപ്പോ ഫ്ലവർ ഉണ്ടാവാറായിട്ടുണ്ട്. ഏകദേശം ഫ്ലവർ ഉണ്ടായി തുടങ്ങേണ്ട ഒരു സമയമാണ്. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞിട്ട്, ബ്രൈഡൽ ബൊക്കെ മുല്ലയുടെ തന്നെ ഒരു ചെറിയ നല്ല സ്മെല്ല് ഉണ്ടാവുന്ന ഒരു ചെടിയാണത്. പടർന്ന് പിടിച്ച് നിറയെ പൂവുണ്ടാവുന്ന ടൈപ്പാണ്. ഫ്ലവർ എയർ ആയിട്ടുണ്ട്. ഹൈബ്രിഡ് മുല്ല. ഇതൊക്കെ നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കണേ. 30 രൂപയ്ക്ക് കൊടുക്കണേ. ലാങ്കി എന്ന് പറയും ഞങ്ങളിവിടെ. ലാങ്കി പൂന്നാണ് പറയണേ. നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് നമ്മള് വെട്ടി നിർത്തി കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ മരമൊന്നും ആവൂല. നമുക്ക് ചെറുതായിട്ട് നിർത്തണമെങ്കിൽ നിർത്താം. ചെമ്പകാണ്. ഇത് ഇതുപോലെ വലിയ മരമായി പോണതല്ല. നമുക്ക് അതിനനുസരിച്ച് ചട്ടിയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് വലുതായി പോകില്ല. ഫ്ലവർ ഉള്ളത് ഉണ്ടായിരുന്നൊക്കെ പോയതാണ്. ഫ്ലവർ ഉണ്ടാവാറായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലവർ ഉള്ളതൊക്കെ നമുക്കത് സെയിലായി പോയി. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് നമുക്ക്? ഇതിനൊക്കെ ഇപ്പൊ 200 രൂപ റേറ്റ് ആണ് ഇതിന്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ നമ്പ്യാർവട്ടം എന്നൊക്കെ പറയുമല്ലോ നമ്മള്. ഇതൊക്കെ പണ്ട് ഗന്ധരാജൻ, നല്ല മണമുള്ള പൂവാണ്. മിനിയേച്ചർ ടൈപ്പാണ്. നിറയെ മുട്ടുണ്ടായി നിൽക്കണുണ്ടോ? നിറയെ മുട്ടുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പൂവ് വിരിഞ്ഞതുണ്ട്. ഇതൊക്കെ നമുക്ക് 60 രൂപ റേറ്റിനാണ് നമ്മൾ. ചട്ടിയിലുണ്ട്. ഞങ്ങളത് ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ആ റേറ്റിനൊക്കെയാണ് വരണത്. മെലസ്റ്റോമയുടെ വൈറ്റ് ആണ്. വൈറ്റ്. ഇതൊക്കെ നമ്മൾ 150 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ കവറാണ്. വലിയ കവറിലാണ്. നല്ല ബുഷായിട്ട്. അതെ അതെ, നിറയെ പൂവുണ്ട്, നിറയെ മുട്ടുണ്ട്. അതിന്റെ തന്നെ നീല കളർ നമുക്ക് വരുന്നുണ്ട്. പൂവുണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളത് ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നതാണ്. ഇതൊക്കെ 70 രൂപയുള്ളൂ. 70 രൂപ. ഇതൊക്കെ ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ആണ്. ഒരുപാട് കളറൊക്കെ ഉണ്ടായിരുന്നു. കുറെയൊക്കെ തീർന്നതാണ്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബോഗൺവില്ലയാണത്. ബോഗൺവില്ലയുടെ മുള്ളില്ലാത്ത ടൈപ്പാണത്. മുള്ളുണ്ടാവില്ല, എപ്പോഴും പൂവുണ്ടാവും. അതിന്റെ ചെറുതിനൊക്കെ നമ്മൾ 150 രൂപയ്ക്കാണ്. ചെറിയ ചട്ടി 150 രൂപയ്ക്കാണ് കൊടുക്കണത്. അതെ അതെ അതെ. വലിയത് വരുമ്പോൾ നമ്മളൊരു 350 ആ റേഞ്ചിലാണ് വലിയ ചട്ടിയിൽ കൊടുക്കണത്. വലിയ പോട്ടാണ്. നമ്മളിപ്പോ കണ്ടത് ശരിക്കും പറഞ്ഞ ഒന്നുമല്ല. ഇനിയും ഒരുപാട് പ്ലാന്റുകൾ കാണാനുണ്ടല്ലേ? പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റേ ഫലവൃക്ഷ തൈകൾ നമുക്കൊന്ന് കണ്ടാലോ? ശരി ശരി. ഇനി നമുക്ക് ഫലവൃക്ഷങ്ങളുടെ വെറൈറ്റിയാണ് കാണിക്കാൻ പാടുന്നത്. ഒരു 100-ൽ കൂടുതൽ നമുക്ക് ഫലവൃക്ഷ തൈകളുണ്ട്. അപ്പൊ അതേ
ഇത് നമ്മുടെ ബെയറാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള റെഡ്, ബെയറാപ്പിളിന്റെ റെഡ് ആണത്. ഗ്രീൻ ആപ്പിൾ അല്ലേ? ഗ്രീൻ ആപ്പിൾ അതാണ് പറയണേ. അതിന്റെ കായ ഉണ്ടായി വന്നത് ചെറിയ ആപ്പിളാണ്. പിന്നെ നമുക്ക് നാരകത്തിന്റെ പല വെറൈറ്റികളുണ്ട്. കറിനാരകം ഉണ്ട്, പിന്നെ എന്താ പറയാ ഓറഞ്ച്, മറ്റേ കുറ്റി ഓറഞ്ച് എന്നൊക്കെ പറയണേ, ചെറിയ ഓറഞ്ചിന്റെ ഇതുണ്ട്. ഇതെന്തോ സംഭവം, ഒരു പുളി പോലെ സംഭവം. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. സ്റ്റാർ ഫ്രൂട്ട് അല്ലേ? അതിനൊക്കെ ഇപ്പൊ പുളി ഉണ്ടായി കിടക്കണതിന് 200 രൂപയുള്ളൂ അതിന്റെ റേറ്റ്. 200 രൂപ അല്ലേ പുളി ഉണ്ടായി കിടക്കുന്നത് അല്ലേ? ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചെറുപ്പത്തില് തന്നെ ഉണ്ടായി കിടക്കണത്. പിന്നെ ഇത് അബിയു എന്ന് പേരുള്ള ഒരു ഫ്രൂട്ടാണ്. അബിയു അല്ലേ? അബിയു അത്യാവശ്യം ഏകദേശം കരിക്ക് പോലെ അതിന്റെ ഉള്ളിലിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ട്രെൻഡിങ്ങിലേക്ക് വന്നിരിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അത് സംഭവം. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് നമുക്ക് തൈക്ക്? ഇതിന് 300 രൂപയാണ് ഇതിന്റെ റേറ്റ്. 300 രൂപ അല്ലേ? ഓക്കെ ഓക്കെ, അഫോർഡബിൾ പ്രൈസ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും അല്ലേ? ബഡ് ചെയ്താണോ അത് നമുക്ക് സീഡ് മുളപ്പിച്ചാണോ അതൊക്കെ? ഇല്ല, ഇത് ബഡാണ്. ബഡിങ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് മാവ് അല്ലേ? പ്ലാവ്, എല്ലാ വെറൈറ്റീസും ഉണ്ട് അല്ലേ? ഒരുമിച്ച് എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഇത് കുറ്റിക്കുരുമുളകാണ്. കുറ്റിക്കുരുമുളക് അല്ലേ? ഒരുപാട് വലുതാവില്ല, കുറ്റിയായിട്ട് തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട കുരുമുളക് കിട്ടും അല്ലേ? ഇത് സീതപ്പഴം. ഇത് കൊടംപുളിയുടെ തൈയാണ്. കൊടംപുളി അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? ബനാന സപ്പോട്ട, ചിക്കൂസ് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് നീളം കൂടുതലായിരിക്കും അല്ലേ? നീളം കൂടുതലാണ്. അതിന് ഇത് റംബൂട്ടാന്റെ 2-3 ടൈപ്പ് വെറൈറ്റി ഇപ്പൊ ഉള്ളൂ. ഒരുപാടുണ്ട് റംബൂട്ടാന്റെ. അപ്പൊ എല്ലാരും ഇപ്പൊ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് റംബൂട്ടാനൊക്കെയാണ് കൃഷി ചെയ്യണേ. അത്യാവശ്യം വിലയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് 3-4 ടൈപ്പ് ഇവിടെ ഉള്ളൂ. ഇത് സാധാ ടൈപ്പ് റംബൂട്ടാനാണ്, അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ്. പെട്ടെന്ന് 2 വർഷം ആകുമ്പോഴത്തേക്കും കായ ഉണ്ടാവണം. ഇതിപ്പോ KG10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. 10 കായ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. അതാണ് KG10 ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇതിന്. പിന്നെ ഇത് വരുന്നത് N80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. അതുപോലെ 18 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. 1 കിലോ അതാണ് അതിന്റെ കണക്ക്. അങ്ങനെയാണ് ഓരോരോ പേരുകൾ വന്നേക്കണ. അങ്ങനെയാണ് പേരുണ്ട്. ഇപ്പൊ തന്നെ അതിനൊക്കെ നിറയെ കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? കായ്ക്ക് എങ്ങനെ ഇരിക്കും സംഭവം? ഇത് റെഡ് കളറാണെന്നാണ്. റെഡ് കളറാണല്ലേ കായ്ക്ക് വരുന്നത് അല്ലേ? ഇതൊക്കെ നമുക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ ഇതിനൊക്കെ ഇതിന് 220 രൂപയാണ്. ഇത്രയും വലിയ ഇതൊക്കെ നമുക്ക് കൊണ്ടുവച്ചിരിക്കും ഒരു വർഷത്തിനുള്ളിൽ കായ പ്രതീക്ഷിക്കാം. 1 വർഷം വേണ്ട, അത് ഇപ്പോഴേ തന്നെ അതിന് കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് നിറയെ ഉണ്ടാവുന്ന ടൈപ്പ്. ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയി ഒരു കവറാണ് നമ്മൾ പോട്ടിലേക്ക് അല്ലെങ്കിൽ താഴെയോ താഴെ വയ്ക്കുന്നതാണ് വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ പേരയുടെ തന്നെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട്. ഓറഞ്ച് കളറ് പേരയുണ്ട്. പേര തന്നെ പിങ്ക് കളറിൽ വരുന്നതുണ്ട്, റെഡ് കളർ വരുന്നതുണ്ട്. ഇതൊക്കെ നല്ല റെഡ് കളറ് പേരയാണ്. പേരയുടെ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്കിവിടെ അല്ലാണ്ടുള്ള ഫാഷൻ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ചെറിയൊരു തൈകളൊക്കെ ഉണ്ട്. നമുക്ക് ഫാഷൻ ഫ്രൂട്ട്സ്, മുളക്, കാന്താരി മുളക്, വെള്ളക്കാന്താരി, മുന്തിരി കവറിലുണ്ട്, പോട്ടിലുണ്ട്. കവറിൽ നമുക്ക് 30 രൂപയാണ്. 30 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ മുന്തിരി? പോട്ടാവുമ്പോ ഒരു 50 രൂപ. ഇത് ബ്ലാക്ക് ആണ്. എല്ലായിടത്തും ഉണ്ടായി കണ്ടിട്ടുള്ള. എല്ലാവരും പറയാറുണ്ട് വൈറ്റ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വൈറ്റ് എടുത്തിട്ടില്ല. ബ്ലാക്ക് കളറാണ് ഞങ്ങൾ എടുത്തു വെച്ചേക്കണേ. പിന്നെ ചെറിയുടെ ബേക്കറി ചെറി എന്നാണ് അതിന് പറയുന്നത്. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസിന്റെ ആണ്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോണത് എന്റെ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നമാണ്. എനിക്കത് കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. ഇതുപോലൊരു സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരണമെന്ന്. അപ്പൊ അതിപ്പോ എനിക്കത് എൻ്റെ സ്വപ്നം പൂവണിയിച്ചിട്ടുണ്ട്. പൂവനം എന്നാണ് ആ സ്വപ്നത്തിന്റെ പേരും. ഇതിപ്പോ നമ്മളൊക്കെ പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവുമ്പോ കുറെ ചട്ടി കലം പാത്രങ്ങൾ അതൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട. എല്ലാവരുടെയും വീട്ടിൽ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ ഒരു വീട്ടിലേക്ക് നമുക്കത് പുതിയ ട്രെൻഡാണ്. ഒരു പെരുമാറത്താമസം, ഒരു പുതിയ ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു സാധനം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനും അവർക്കും സന്തോഷം. നമുക്കത് വീണ്ടും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ ഇരിക്കണാകുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം ഇതുപോലെയൊക്കെയാണ് നമ്മൾ
പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടികൾ ഇത്രയും നല്ല വലിയ പോട്ടിൽ ഇത്രയുള്ള ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് 500 വരണുള്ളൂ. അതെ, ഇപ്പൊ ചെറിയ ഫാമിലിക്കായാലും അത്യാവശ്യം ചെറിയ ഫാമിലിക്കായാലും അതൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 500-ന് കൊടുക്കാനായിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ. അത്ര റേറ്റ് ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. ചേച്ചി പ്ലാന്റ് പ്ലസ് അതിനകത്ത് നമുക്ക് ഒരു നല്ല അടിപൊളി പോട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്തിരിക്കുന്ന ചെടിയാണ് അവർക്ക് ആവശ്യമെങ്കിൽ നമ്മളത് അവർ പറയണ ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? റേറ്റ് ഏകദേശം ആ ഒരു പ്ലാന്റിന്റെ വലിപ്പവും പോട്ടിന്റെ വലിപ്പവും ഒക്കെ ബേസ് ചെയ്തിട്ട് വരുള്ളൂ അല്ലേ? ഓക്കെ. ഇതിപ്പോ ആന്തൂറി അല്ലേ? മിനിയേച്ചർ ആന്തൂറി അല്ലേ? പക്ഷെ ഇതൊക്കെ നമ്മൾ അകത്ത് നമുക്ക് വെക്കാൻ പറ്റുമോ? പിന്നെ ഇത് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അപ്പൊ അത് കരിഞ്ഞു പോകും. കാരണം ഇവിടത്തെ വെയിൽ അത് പറ്റില്ല. കുറച്ച് തണലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതായത് കൊണ്ടുവയ്ക്കുന്ന അറ്റ്മോസ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങൾ. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പോട്ടിന്റെ ഒരു കളറും അതേപോലെ സ്റ്റോണിന്റെ ഒരു എടുപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? ഈ ചെടിയൊക്കെ നന്നായിട്ട് ഇൻഡോർ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. അകത്ത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ പോട്ടിലൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിനൊക്കെ ഈ ഒരു പ്ലാന്റിനൊക്കെ പറഞ്ഞാൽ 350 രൂപ വരും അല്ലേ? ഇത് പോട്ട് ഉൾപ്പെടെയാണ് 350 രൂപ. 350 രൂപ തന്നെ നല്ല റേറ്റ് ആവും. അപ്പൊ നമ്മള് ചെടി അതിനനുസരിച്ച് നമ്മളിവിടെ വരുന്നപ്പോ കസ്റ്റമേഴ്സ് വരുന്ന അവർ എടുക്കുന്ന പ്ലാന്റിന്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പറയും അത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെ ഉദ്ദേശിക്കണേന്നൊക്കെ ചോദിക്കും. പിന്നെ അതിന്റെ അനുസരിച്ച് ഇപ്പൊ അവർക്ക് അതിനേക്കാളും ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞ പോട്ട് മതി, ആ ചെടി മാറ്റിയിട്ട് കുറഞ്ഞ പോട്ട് ആവശ്യമനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൂവന നഴ്സറിയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ സുധർമ്മ ചേച്ചി നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു നഴ്സറി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കും ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.